വാട്സപ്പ് യുഗമാണ്. എല്ലാ ജാഹിലും ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരാണ്. എല്ലാ ജാഹിലും ഒരു വിവരമില്ലാത്തവനും ഫത്വ കൊടുക്കുന്ന മുഫ്തിമാരാണ്. അവരുടെ വകയിൽ എന്തും പറയാണ്. അങ്ങനെ പറഞ്ഞ് പെട്ടുപോകണ്ട. സുബ്ഹാനല്ലാഹ്, ഏത് വിഷയമാണെങ്കിലും അള്ളാഹുവിന്റെ ഔലിയാക്കൾ മുഖേന കിട്ടുന്നു. ചിലർ ചോദിക്കുക, എന്നാ പിന്നെ ഔലിയാക്കൾ മുഖേന തരണേ, ബദരീകൾ മുഖേന തരണേ, ഇങ്ങനെയാണോ പറയണ്ടത്? അങ്ങനെ പറഞ്ഞൂടാ, അങ്ങനെ പറഞ്ഞൂടെ? നിങ്ങളാരും മാല ചൊല്ലാറില്ലേ? ബദർമാല. ബദരീങ്ങൾ കാവലിലേക അല്ലാ, ബദരീങ്ങൾ കാവലിലേക അല്ലാ. അള്ളാഹിനോട് ചോദിക്കുന്നത് ബദരീങ്ങളുടെ കാവല് തരണോ? എന്നാ പിന്നെ പഠിച്ചവനോട് നേരത്തെ പറഞ്ഞാൽ പോരെ? അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദുസ്. അള്ളാഹിന്റെ റസൂൽ ദ്വാരുന്നില്ലേ, ജിബ്രീൽ മുഖേന ശക്തിപ്പെടുത്തണേ അല്ലാ. കാരണം ശക്തിപ്പെടുത്തുന്നത് അല്ലാഹുവാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നിമിത്തമാണ്, കാരണമാണ്. ജിബ്രീൽ മുഖേനയാണ്. ഇതുപോലെ ബദരീങ്ങൾ മുഖേന, ഔലിയാക്കൾ മുഖേന, മലക്കുകൾ മുഖേന, മരുന്നുകൾ മുഖേന, ഡോക്ടർമാർ മുഖേന, അങ്ങനെ പലത് മുഖേനയും അല്ലാഹു പലതും കൊടുക്കുന്നു. എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്. അതുകൊണ്ട് നമ്മൾ ആരും അൽഹംദുലില്ലാ ഡോക്ടർക്ക് ഹംദ് മുഴുവനൊന്നും പറയാറില്ല. അതുപോലെ അൽഹംദുലില്ലാ പടച്ചവന് സർവസ്തുതിയുമെന്നല്ലാതെ ഏതെങ്കിലും ഒരു വലിയന് അൽഹംദുലിൽ വലിയെന്ന് പറയാറില്ല. കാരണം എല്ലാം തരുന്നവൻ അള്ളയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു. കാരണം തരുന്നത് അള്ളയാണ്. കുടിച്ചാൽ അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അരിഫീങ്ങളെ വഴി അറിയണം. അത് നമുക്കറിയില്ലേ? മഹാനായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ചൊല്ലിയില്ലേ, ലാദുൽ ബസീറത്തി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂലി അനിൽ അസർ. നഫായിസ് ദുറിൽ ചൊല്ലിയില്ലേ, മഹാന്മാരെ നോട്ടം പൂർണ്ണമായി അല്ലാഹുവിലേക്കാണ്. ചിലപ്പോൾ അവർ സൃഷ്ടികളെ തീരെ കാണുന്നില്ല. അതുകൊണ്ട് ചിലപ്പോൾ അവർ പറയും, ലാ മൗജൂദ ഇല്ലല്ലാഹ്, ലാ മൗജൂദ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഉള്ളവനില്ല, വേറെയുള്ള ഒന്നും ഉള്ളതിൽ പറയാനില്ല, വേറെ ഉള്ളതൊന്നും ഉള്ളതിൽ പറയാനില്ല. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹുവാണ്. അവനുള്ളതിന് തുടക്കമില്ല, അവനുള്ളതിന് അവസാനമില്ല. വല്ലവ്വലു വല്ലാഹിർ, അവനെന്നും ഉള്ളവൻ തന്നെയാണ്. അതേ സമയത്ത് അല്ലാഹുവിന്റെ സൃഷ്ടികൾ അങ്ങനെയല്ല. ജിബ്രീൽ അലൈഹിസ്സലാം മുമ്പില്ലായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നന്മയുടെയും നിമിത്തമാണ്. പക്ഷേ ഹാദിസാണ്, അല്ലാഹു സൃഷ്ടിച്ചതാണ്. അല്ലാഹു അങ്ങനെയല്ല. അവനുള്ളതിന് തുടക്കമില്ല, അവന് നാശമില്ല, അവനെന്നുമുള്ളവനാണ്. എല്ലാം അവനിൽ നിന്നാണ്. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹ്. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് അൽ ഖൈറു വശർറു ബിമശീഅത്തില്ലാഹ്. എല്ലാം പടച്ച റബ്ബിൽ നിന്നാണ്. ആ റബ്ബല്ലാതെ കൊടുക്കുന്നവനും തടയുന്നവനുമില്ല. അപ്പോൾ പിന്നെ മരുന്നോ അതൊരു നിമിത്തമാണ്, ഡോക്ടറോ ഡോക്ടർ നിമിത്തമാണ്. അപ്പൊ പറയുമ്പോ അള്ള രോഗം സുഖപ്പെടുത്തി എന്ന് പറഞ്ഞൂടെ? ഡോക്ടർ സുഖപ്പെടുത്തി എന്ന് പറയണോ? അള്ള രോഗം സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ പുകഴ്ത്തി പറയായില്ലേ? പിന്നെ ഡോക്ടർ സുഖപ്പെടുത്തി എന്ന് പറയണോ? മരുന്ന് രോഗം സുഖപ്പെടുത്തി എന്ന് പറയണോ? ഇബ്രാഹിം നബി പറഞ്ഞ പോലെ വൈദാ മരുത്തു ഫഹുവ യശ്ഫീൻ, അള്ള സുഖപ്പെടുത്തി എന്ന് പറഞ്ഞൂടെ? അതുകൊണ്ട് ഡോക്ടറോട് ഡോക്ടറെ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൂടാന്നല്ല. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞുകൂടാന്നല്ല, അല്ലെ ശഫാഅത്ത് തരണേ എന്ന് പറഞ്ഞുകൂടാന്നല്ല. ഇത് തമ്മിലുള്ള വ്യത്യാസമൊന്നും വിവരമില്ലാത്തവന് മനസ്സിലാവൂല. അതുകൊണ്ട് വിവരമുള്ളവര് ദീന് പറഞ്ഞോട്ടെ, ദീൻ അറിഞ്ഞുകൂടാത്തവര് പറയാതിരിക്കുക. ഔലിയാക്കൾ സഹായിച്ചു എന്നൊരുത്തം പറഞ്ഞാൽ കുറ്റമൊന്നുമില്ല. പക്ഷേ ആ കേൾക്കുന്ന സ്ഥലത്ത് തെറ്റിദ്ധരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ തെറ്റിദ്ധാരണ ഇല്ലാത്ത രൂപത്തിലാണ് പറയേണ്ടത്. അതും കൂടി ഞാൻ അന്ന് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്ലിപ്പ് മുറിക്കുന്നവര് അപ്പുറം ഇപ്പുറം മുറിച്ചിട്ടല്ലേ കേൾപ്പിക്കുള്ളൂ, അപ്പുറം ഇപ്പുറം മുറിച്ചിട്ടല്ലേ കേൾപ്പിക്കുള്ളൂ. തെറ്റിദ്ധാരണക്ക് വകയില്ലാത്ത, വിശദീകരണം ആവശ്യമില്ലാത്ത വിധത്തിൽ പറയുന്നതാണ് നല്ലത് എന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരാൾ വലിയ സഹായിച്ചു എന്ന് പറഞ്ഞാൽ ഡോക്ടർ സഹായിച്ചു എന്ന് തന്നെ തെറ്റാ? അല്ലെങ്കിൽ ആ മുതലാളി സഹായിച്ചു എന്ന് തെറ്റാ? അത് തെറ്റൊന്നുമല്ല. പക്ഷേ 5000 മലക്കുകൾ സഹായിച്ചു ബദറിൽ. അത് അല്ലാഹു തആല പറഞ്ഞുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു, സഹായം അല്ലാഹുവിൽ നിന്ന് മാത്രമാണ്.
5000 മലക്കുകൾ സഹായിച്ചു എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതേ അള്ളാഹ് പറയാണ് സഹായം അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. കാരണം ആ മലക്കിന്റെ സഹായം അള്ളാഹിന്റെ സഹായമാണ്, മലക്കിന്റെ വകയല്ല. അപ്പൊ ഏത് നബിയിൽ നിന്നോ ഏത് മഹാനിൽ നിന്നോ എന്ത് സഹായം കിട്ടിയാലും അല്ലാഹുവിൽ. ഇതാണ് സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ നിന്ന് സുന്നികളെ തെറ്റിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യാജ തരീഖത്തുകാരുണ്ട്, സുന്നത്തി ജമാഅത്ത് പഠിക്കാത്തവരുണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത്.